ഡോക്ടർ, അതുപോലെ നമ്മളുടെ ഈ കാന്തപുരം അല്ലെങ്കിൽ അതുപോലെ തങ്ങൾമാരോ അല്ലെങ്കിൽ മത ആചാര്യന്മാർ അവർ ഈ വെള്ളത്തിലും ഭക്ഷണത്തിലും ഈ ഊതുകയാണോ തുപ്പുകയാണോ അങ്ങനത്തെ ഒരു വിവാദം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്താണ് അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം? അത് എന്ന് മുതലുള്ളൊരു ചര്യയാണത്, ഈ ഊതുക അല്ലെങ്കിൽ തുപ്പുകയല്ല ഊതുകലായിരിക്കും. അത് എന്ന് മുതലുള്ളൊരു സംഭവമാണത്, അടുത്ത കാലത്തുള്ളതാണോ? ഇല്ല, കേരളത്തിലേക്ക് അത് ഈ പ്രവാചകൻ മുഹമ്മദിനോട് ബന്ധപ്പെട്ട് വരുന്നൊരു ആചാരങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്നൊരു എന്താ പറയുന്ന നബിചര്യയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമുണ്ടല്ലോ. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, നബിചര്യ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾ നബിചര്യയുടെ ഭാഗമല്ല. പക്ഷെ ഇവരുടെ ഒരു വാദഗതി ഉണ്ടാകാം ഈ നബിചര്യയോട് ബന്ധപ്പെടുത്തി സ്വീകരിക്കപ്പെട്ട ഒരു മാർഗമാണെന്നുള്ളതാണ്. മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഈ ഒരു തുപ്പലിനൊരു പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ചരിത്രം പറയുന്നുണ്ട്, അന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാവുന്ന പറയുന്ന മഹമ്മൂദ് ഇബ്നു റബീൽ എന്ന് പറയുന്ന ഒരാൾ നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പറയുന്നുണ്ട്, അദ്ദേഹത്തിന് 5 വയസ്സുള്ള സമയത്ത് മുഹമ്മദ് ഇതുപോലെ തന്നെ വായിൽ വെള്ളം എടുത്ത് പുളിക്കാൻ്റെ ഇതുപോലെ തന്നെ മേത്തേക്ക് തെറിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണമെങ്കിൽ ഈ കുട്ടികളോടുണ്ടാകുന്ന ഒരു ലാളിത്യം അല്ലെങ്കിൽ ഒരു ലാളനയോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ അങ്ങനെയല്ല. ചരിത്രം പിന്നീട് പറയുന്നുണ്ട്. അബു മൂസ എന്ന് പറയുന്ന ആള് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന ഹദീസുകൾ ഈ പറഞ്ഞ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്ന വേറൊന്നുമല്ല, ഒരു ഈ അബുമൂസയുടെ മൂത്തപുത്രൻ, അതായത് മൂത്തപുത്രൻ കുട്ടിയായിരുന്ന സമയത്ത് ഈ മുഹമ്മദിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുഹമ്മദ് ഈ ഈന്തപ്പഴം വായിലിട്ട് ചവച്ചിട്ട് അതിൻ്റെ ഉമിനീര് കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനുഗ്രഹത്തിനെ കുറിച്ച് അന്നത്തെ ആ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ ഇടയിൽ ഒരു എന്താ പറയുന്ന ഒരു ആഗ്രഹമുണ്ട്, അനുഗ്രഹം നേടണമെന്നുള്ളത്. മാത്രമല്ല ഒരു സമയത്ത് മുഹമ്മദും ഇതുപോലെ തന്നെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടാകുന്ന മുസലം എന്ന ഭാര്യയുണ്ട്, ഈ ബിലാലുണ്ട്, ഈ പറയുന്ന അബു മൂസയുണ്ട്. ഇവർ യാത്രയിലാണ്. അങ്ങനെ അവരൊരിടത്ത് പോയിട്ട് മക്കയ്ക്കും മദീനയും ഇടയിലുള്ള സ്ഥലത്ത് പോയിട്ട് അവരിങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ ഒരു നാട്ടിലെ ഒരു ഗ്രാമീണ അറബി വരുന്നുണ്ട്. വിശ്വാസിയല്ല, മുഹമ്മദുമായിട്ട് വന്നിട്ടൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മുഹമ്മദിൽ നിന്നും അദ്ദേഹം ആഗ്രഹിച്ചത് കിട്ടുന്നില്ല. മുഹമ്മദ് എന്തോ ഒരു വാഗ്ദാനം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, അതിനെപ്പറ്റി ഉണ്ടാകുന്ന ഒരു തർക്കമുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന എന്താ പറയുക ഗ്രാമീണ അറബിയുടെ ചെയ്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹം മുഹമ്മദിന് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം മുഹമ്മദ് പറയുന്നത് ഞാൻ നിനക്കൊരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ബിലാലിനോട് പറയുന്നതാണ് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇപ്പൊ ബിലാല് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമായിട്ട് ചെല്ലുകയാണ്. മുഹമ്മദ് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വെള്ളം എടുത്ത് മുഖവും കൈയും കഴുകിയിട്ട് ബാക്കിയുള്ള വെള്ളത്തിൽ തുപ്പിയിട്ട് ഇവരോട് കുടിക്കാൻ പറയുന്നു. അപ്പോൾ അവിടെ അബുമൂസയും ഈ പറഞ്ഞ ബിലാലും നിന്നുണ്ട്. അപ്പോൾ ഇവരോട് പറയുന്നത് കുടിക്കാനാണ് പറയുന്നത്. ഇവർ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പടിയും കൂടി ഒരു മുന്നിലേക്ക് വന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ വെള്ളം മുഖത്ത് തളിക്കുകയും ശരീരത്തിൽ തളിക്കുകയും ചെയ്യും. ഈ സമയത്ത് ഈ ഉമ്മുസലമ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഉമ്മുസലമ കൂടാരത്തിലുണ്ട്. ഉമ്മുസലമ പറയും അല്പം വെള്ളം എനിക്കും വെച്ചേക്കാൻ പറയുകയാണ്. അപ്പോൾ ഉമ്മുസലമക്കും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഖുർആനിൽ പറയുന്നുണ്ട്, ഇതെല്ലാം ഹദീസുകളിൽ പറയുന്നത് മുഹമ്മദിന്റെ കാര്യങ്ങളാണ്. അപ്പൊ തുപ്പലിനൊരു എന്താ പറയുക ദൈവികത ഈ പറയുന്ന വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ പുത്രിയാണ് ഈ പറഞ്ഞ ഫാത്തിമ എന്ന് പറയുന്നത്. ഫാത്തിമ വിവാഹം ചെയ്തിരിക്കുന്നത് മുഹമ്മദിന്റെ പിതാവിന്റെ സഹോദരനായിട്ടുള്ള അബൂ താലിബിന്റെ പുത്രനായിട്ടുള്ള അലിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി ഇവർ തമ്മിൽ അറകൂടുന്നതിന് മുന്നോടിയായിട്ട് മുഹമ്മദ് പറയുന്നുണ്ട്, ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ കിടക്കറയിലേക്ക് പ്രവേശിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആളുകളെല്ലാം പോയി കഴിയുമ്പോൾ മുഹമ്മദ് വരുന്നു. ഇതുപോലെ തന്നെ പറയുന്ന ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമായിട്ട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ വെള്ളത്തിൽ തുപ്പിയതിന് ശേഷം ഇവർക്ക് കുടിക്കുകയാണ്. ഇവരിത് കുടിക്കുകയും ശരീരത്തിൽ തളിച്ചതിന് ശേഷമാണ് അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹുദൈബിയ സന്ധിയാണ്. ആ ഹുദൈബിയ സന്ധിയോട് ബന്ധപ്പെട്ട് ഖുറൈശികളുമായിട്ട് ഉണ്ടാകുന്ന ഒരു സന്ധിയാണ്. അതിനോട് ബന്ധപ്പെട്ടാണ് മക്കയിലേക്ക് മുഹമ്മദിന് അനുയായികൾക്ക് പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യം ഒരുക്കുന്ന ഹുദൈബിയ സന്ധിയാണത്. കരാറാണ്, ഖുറൈശികളുമായിട്ടുണ്ടാകുന്ന ഒരു കരാറാണ്. അല്ലാതെ ഈ കരാർ എന്ന് പറയുമ്പോൾ യുദ്ധം കഴിഞ്ഞിട്ടുള്ള കരാറാണ്. യുദ്ധങ്ങൾ ഓൾറെഡി ഇപ്പൊ യുദ്ധങ്ങൾ തുടങ്ങിയായിരുന്നു. തുടങ്ങിക്കഴിയുമ്പോൾ ഈ പറയുന്ന വിശ്വാസികൾക്ക് ഈ പറയുന്ന മക്കയിൽ ഈ പറയുന്ന ഈ ഉംറ നിർവഹിക്കുന്ന അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സന്ധി കരാറുണ്ടാക്കി. അപ്പോൾ ഇവരവിടെ പോകുമ്പോൾ ഇവർ തടയുമെന്ന് തോന്നിയപ്പോൾ അവരുടെ ഇടയിൽ കാരണം ഇത്തരം ആചാരങ്ങളുടെ ഇടയിൽ ഇത്തരം ഒരു ശത്രുതാപരമായ നിലപാടുകൾ പാടില്ല, യുദ്ധം പാടില്ല എന്ന് തോന്നൽ അറബികളുടെ ഇടയിലുണ്ട്. അപ്പോൾ മുഹമ്മദും അതിനെ അംഗീകരിക്കുന്നുണ്ട്, ഖുറൈശികളും അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഇനി ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പിൻകാലത്ത് നിങ്ങൾക്കത് ചെയ്യാം, ഈ പ്രാവശ്യം ചെയ്യേണ്ട എന്നുള്ളൊരു സന്ധി വരുന്നുണ്ട്. ആ സന്ധിയുടെ ഭാഗമായിട്ടാണ് ഈ ഹുദൈബിയ സന്ധി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീടാണ് ഇസ്ലാമിന്റെ വളർച്ച ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത്, അല്ലാണ്ട് മറ്റു യുദ്ധങ്ങളല്ല. ആ സന്ധിയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഖുറൈശികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ പറയുന്ന ബുഖാരിയും മറ്റുള്ള ചരിത്രകാരങ്ങളും അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ
ഈ പറയുന്ന മുഹമ്മദിനോടൊപ്പം നിലനിൽക്കുന്ന ആളുകൾ മുഹമ്മദിന്റെ കഫമാണ്. ആ കഫം മുഖത്തും കൈകളിലും തേച്ചതായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് തുപ്പലാകട്ടെ, വായിൽ നിന്ന് വരുന്ന സലൈവ, ഉമിനീര്, കഫം, ഇതിനെല്ലാം ദൈവിക പരിവേഷം നൽകിയാണ് വിശ്വാസികൾ കണ്ടിരുന്നത്. മാത്രമല്ല നമുക്കറിയാം മുഹമ്മദിന്റെ അന്ത്യകാലഘട്ടത്തിൽ ഐഷയുടെ തന്നെതായിട്ടുള്ള നിവേദ്യമുണ്ട് സോറിയുടെ വാക്കുന്നുണ്ട്. അന്ത്യകാലഘട്ടത്തിൽ ഐഷയുടേതായിട്ട് തന്നെ ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ പറയുന്നത് ഈ ഐഷയുടെയും മുഹമ്മദിന്റെയും ഉമിനീരുകൾ തമ്മിൽ കൂട്ടിക്കലർന്നു അതൊരു ദൈവികമായ അനുഭവമായിരുന്നു പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഭാര്യ-ഭർത്തൃ ബന്ധത്തിന്റെ ഒരു അടയാളമായിട്ട് കണക്കാക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് മുഹമ്മദിന്റെ ഈ പറയുന്ന സലൈവ അല്ലെങ്കിൽ ഈ പറയുന്ന ഉമിനീർ എന്ന് പറയുന്നത് ദൈവികമായ ഒരു പരിവേഷത്തോടു കൂടിയാണ് വിശ്വാസികൾ കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്നത് ആ ദൈവിക പാരമ്പര്യം പേറുന്ന കുറെ പണ്ഡിത സമൂഹം ലോകത്തിന്റെ എല്ലായിടത്തുമുണ്ട്. ആ പണ്ഡിത സമൂഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആ പ്രവാചകന് തുല്യരായ ആൾക്കാരാണെന്ന് വിശ്വാസികളുടെ മുന്നിൽ കാണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ട തെളിവുകളായിട്ടാണ് ഇവരിത് കാണിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസത്തിൽ തുപ്പലിന് പ്രാധാന്യമുണ്ട്. പ്രവാചകനോട് ബന്ധപ്പെട്ട് വരുന്ന ചെയ്തികളിൽ അതിനൊരു ദൈവികത കൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവികത കൽപ്പിച്ചത് കൊണ്ട് തന്നെ മുഹമ്മദ് തുപ്പിയ വെള്ളം, ആ വെള്ളത്തിന് വേണ്ടി ഈ വിശ്വാസികൾ പിടിവലിയും നടത്തിയിട്ടുണ്ട്. അത് ദേഹത്ത് തളിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ വേണ്ടി അവർ വല്ലാത്തൊരു ഊർജ്ജത്തോടു കൂടി നിലനിന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് കാന്തപുരം പോലെയുള്ള വക്താക്കൾ ഇത്തരമൊരു അനാചാരം, അതായത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഇത്തരമൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അനാചാരം തന്നെയാണ്. ഇതിനെ നിലനിർത്താൻ മറ്റു വിശ്വാസികളോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളോ ഒന്നും തന്നെ തയ്യാറല്ല. പക്ഷേ ചില വിഭാഗങ്ങൾ അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള അപ്രമാദിത്വമുണ്ട്. അതായത് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗങ്ങൾ ആ മതത്തിന്മേലുണ്ടാകുന്ന ഒരു അപ്രമാദിത്വം നേടിയെടുത്താൽ മാത്രമേ വരും നാളുകളിൽ ഇവർ മരണപ്പെട്ടാലും ഇവരോട് ബന്ധപ്പെട്ട് വരുന്ന കബറിടങ്ങൾ വിശുദ്ധ സ്ഥലങ്ങളായി മാറുകയുള്ളൂ. അതിലൂടെ അവരുടെ തലമുറയും അവരോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹത്തിന്റെ ഉന്നതി തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ചൊരു മാർഗമാണ് അത്. ഇസ്ലാം മതത്തിനോട് ബന്ധപ്പെടുത്തി പറയുന്നതാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. ഡോക്ടർ, ഇപ്പം നമ്മൾ പറഞ്ഞാണ് ഈ ദൈവികമായ ഈ തുപ്പൽ അല്ലെങ്കിൽ ഊതൽ, അതിനെതിരെ എന്തെങ്കിലും ശബ്ദങ്ങൾ ഈ മതത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടോ? മുസ്ലിം സമുദായത്തിന് എതിരെ എന്തെങ്കിലും ശബ്ദം ഉയർന്നിട്ടുണ്ടോ? കേരളത്തിൽ നിന്നും ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയാവുന്ന പല ആൾക്കാരും അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു ശബ്ദം പുറത്തേക്ക് വരാൻ ഇത്തരം വക്താക്കൾ തന്നെ ശ്രമിച്ചിട്ടില്ല. കാരണം ഇത്തരം ഒരു ശബ്ദം പുറത്തേക്ക് വന്നാൽ അത് മതത്തെ മലിനപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തുന്ന തുല്യമാകുന്നുള്ള ഇവർക്കൊരു തോന്നലുണ്ട്. നമുക്കറിയാമല്ലോ ഇസ്ലാം മതത്തിൻ്റെ ഇടയിൽ ഒത്തിരി അനാചാരങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒന്നും പുറത്തേക്ക് കൊണ്ടുവരുവാൻ അതിനെ എതിർക്കുന്നവർ പോലും ശ്രമിക്കാറില്ല. കാരണം മതത്തെ തന്നെ തേജോവധം ചെയ്യുന്ന തുല്യമാണ് കാഴ്ചപ്പാടാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അനാചാരമാണ്. അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം സൗദി അറേബ്യ എന്ന് പറയാം. സൗദി അറേബ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സൗദ് കുടുംബത്തോട് ബന്ധപ്പെടുത്തിയാണ് സൗദി അറേബ്യ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളാണ് ഈ പറയുന്ന മദീനയും മക്കയും എല്ലാം. നമ്മുടെ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൽ പറയുന്നത് ഈ സൗദി ഭരണകൂടം അതിൻ്റെ അധികാരത്തിലേക്ക് വരുന്നത് ഈ സൗദി ഭരണകൂടം അതിൻ്റെ അധികാരത്തിലേക്ക് വരുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൈമിയ എന്ന് പറയുന്നത്. അതുപോലെ ഇമാം ഹംബലിൻ്റെ കുറേ മദ്ഹബുകളുണ്ട്. മദ്ഹബിനോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ നിയമങ്ങളുണ്ട്. അതുകൂടാതെ ആ ഒരു മദ്ഹബ് എന്ന് പറഞ്ഞ് കുറേ കർമ്മശാസ്ത്ര വിഭാഗങ്ങളാണ്. അതായത് സുന്നികളെ സംബന്ധിച്ച് 4 കർമ്മശാസ്ത്രങ്ങളാണ് അവർ പിന്തുടരുന്നത്. അതായത് ഒരു നിയമത്തെ 4 പേർ അവരുടെ കാഴ്ചപ്പാട് വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു മദ്ഹബ് ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ പട്ടിയെ നമുക്ക് തൊടാൻ പാടില്ല, പട്ടിയെ തൊടുന്നത് ഹറാമാണെന്നുണ്ട്. പക്ഷെ പട്ടിയെ തൊട്ടാൽ മാത്രമേ പ്രശ്നമുള്ളെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ പട്ടിയെ അറുത്തുഭക്ഷിക്കാമെന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. പട്ടിയുടെ സലൈവ ശരീരത്തിൽ പതിഞ്ഞാൽ മാത്രമേ കുറ്റമുള്ളൂ അങ്ങനെ പറയുന്നത്. അപ്പോൾ പല പല വീക്ഷണങ്ങളാണ് ഒരു കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട സുന്നികളുടെ മദ്ഹബാണ് ഈ പറഞ്ഞ ഹംബലിനോട് ബന്ധപ്പെട്ട് വരുന്ന മദ്ഹബ്. അതിനെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ സൗദി ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ സംഭവം എന്ന് പറയുന്നത് അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളാണ്. അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇസ്ലാം മതത്തെ നവീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള മറ്റൊരു ക്രിസ്തുമതത്തോട് ബന്ധപ്പെടുത്തി പറയുന്ന പോലെ മറ്റൊരു മാർട്ടിൻ ലൂതറാണ്. ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന നവീനാശയങ്ങൾ ക്രിസ്തുമതത്തെ നവീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരാൾ. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിനിടയിൽ നിൽക്കുന്ന അനാചാരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ എതിർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരാളായിരുന്നു അബ്ദുൽ വഹാബ്. ആ അബ്ദുൽ വഹാബിന്റെ കാഴ്ചപ്പാട് 129 അബ്ദുൽ വഹാബിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്ന 1782 അദ്ദേഹം ഉണ്ട്.
അതായത് 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തിൽ അബ്ദുൽ വഹാബ് ഉണ്ട്. അതായത് 18-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ പോലും മക്കയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ 129 തരത്തിലുള്ള അനാചാരങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഷിർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും അംഗീകരിക്കാത്ത അനിസ്ലാമിക നടപടികളുണ്ടായിരുന്നു. ആ നടപടികളോട് ബന്ധപ്പെടുത്തി അതിനെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന നവീന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അബ്ദുൽ വഹാബ് കൊണ്ടുവരുന്നത്. ആ വഹാബിന്റെ കാഴ്ചപ്പാട് ഈ പറയുന്ന ബിംബാരാധനയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, വ്യക്തിപൂജകളെല്ലാം തന്നെ നിഷിദ്ധമാണ്. ആ നിഷിദ്ധമായ കാര്യങ്ങൾ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാവരും പുണരേണ്ട ഒരു കാര്യമാണെന്നാണ് അബ്ദുൽ വഹാബ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഇത്തരം ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെതിരാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ദൈവിക ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമാണ്. പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് പോലും ദൈവത്തിന്റെ ഒരു പ്രവാചകനായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിന് പോലും മറ്റുള്ളവർക്ക് ദൈവികമായ സഹായം നൽകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് പ്രവാചക പരമ്പരയിലുള്ളതാണെന്ന് തോന്നലുണ്ടാക്കിക്കൊണ്ട് ഇത്തരം തുപ്പൽ പ്രക്രിയകൾ നടത്തുമ്പോൾ ഇതേ രീതിയിലുണ്ടാവുന്ന ആൾദൈവങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ വഹാബിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന, സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന മക്കയെയും മദീനയും, അതായത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഇടങ്ങളെ സംരക്ഷിച്ചു പോരുന്ന ആ വിഭാഗത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ശിർക്കാണ്, അനിസ്ലാമികമാണ്. അത് ഈ പറയുന്ന ദൈവിക പരിവേഷം ചാർത്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി തന്നെയാണ്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ തന്നെയാണ്.